വേദപഠനം ഒരു വലിയ സാംസ്കാരികമായ സ്രോതസ്സാണ്. ആ സാംസ്കാരിക സ്രോതസ്സിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കുട്ടികൾ നമ്മളെ വീക്ഷിക്കുകയാണ്, അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുകയാണ്, അവർ നമ്മളെ ഈ ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നുണ്ട്, അവരത് ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, അവർക്ക് ഇത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവർ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാലത്ത് അവരുടെ കുടുംബം ഉണ്ടാകുമ്പോൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അല്ലാതെ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. ഞാനതാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കുട്ടികൾ നന്നായി വായിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അച്ഛനമ്മമാർ നന്നായി വായിക്കുന്ന ഒരാളാണെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇന്നല്ലെങ്കിൽ നാളെ വായനയിലേക്ക് വരും, സംശയിക്കേണ്ട. അവർ അറിവിനെ ഉപാസിക്കുന്നവരാണെങ്കിൽ അറിവ് കൈകാര്യം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് പലരും പറയാറുണ്ട് ഡോക്ടറുടെ മക്കൾ ഡോക്ടറായി, എഞ്ചിനീയറുടെ മക്കൾ എഞ്ചിനീയർമാരായി എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കുകയാണ്. സ്വന്തം അച്ഛനമ്മമാരെ നിരീക്ഷിക്കുന്നു, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നിർണായകമായ ഒരു കാര്യം, നമ്മുടെ മക്കൾക്കിടയിലുള്ള സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാൻ അച്ഛനമ്മമാർ സദാ സന്നദ്ധരാകണം എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് നമ്മളെ ഈ കുട്ടികൾ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാന. സിബ്ലിങ്സിന് എപ്പോഴും സിബ്ലിങ്സായി പരസ്പരം ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും. ഇത് ഇല്ലാതാക്കേണ്ടത് അച്ഛനമ്മമാരാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനൊരു ഒരു വിരോധം കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയത് അച്ഛനമ്മമാരാണ് എന്ന് വേണം പറയാൻ. നീ ഇത് കഴിച്ചില്ലേ ഞാനിതാ നിൻ്റെ ഏട്ടന് കൊടുക്കും എന്ന് പറഞ്ഞ് ഭക്ഷണം തന്നെ കൊടുത്തു തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹത്തെ ഈ ഊട്ടിയുറപ്പിക്കാൻ സിബ്ലിങ്സിലുള്ള, അതായത് സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ സദാ ജാഗരൂകരായിരിക്കണം. അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ, അതായത് പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ വളർത്താൻ നമ്മൾ തയ്യാറെടുക്കണം എന്നർത്ഥം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കുട്ടികൾക്ക് ഇത് ഏട്ടന് കൊടുക്കും, അല്ലെങ്കിൽ ഏട്ടന് ഞാൻ ഷൂസ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരെ കമ്പയർ ചെയ്യുക, രണ്ടാൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുക. ആ കമ്പാരിസണും വളരെ മോശമാണ്. ആ കുട്ടി ഇങ്ങനെ, ഈ കുട്ടി ഇങ്ങനെ, ഏട്ടൻ ഇങ്ങനെ, അനിയത്തി ഇങ്ങനെ, നിങ്ങളത് അവരുടെ മുമ്പെന്ന് പറയാനേ പാടില്ല. എല്ലാവരും വ്യത്യസ്ത ജീവാത്മാക്കളാണ്. ഒരേ ജീവാത്മാവിനെ പോലെ മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരാൾ പഠനത്തിൽ മികച്ചതാണെന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ മികച്ച മറ്റൊരാളുണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ആ കാര്യം മറക്കാതിരിക്കണം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പരസ്പരമുള്ള ഐക്യത്തിൻ്റെ വിത്ത് നമ്മൾ വിതയ്ക്കണം എന്ന് പറയുന്നത്. അത് ചെയ്യാതിരിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്, അവർ നിങ്ങളെ പകർത്തുകയാണ്, അവർ നിങ്ങളെ അനുകരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായി? എല്ലാവർക്കും ഇത് തിരിച്ചറിഞ്ഞല്ലോ. അപ്പം ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് വേണമല്ലോ, വേണം. ഇനി അവസാനം പറഞ്ഞ പോയിന്റ് എന്താ? കുട്ടികളെ വളർത്തുന്ന സമയത്ത് കുട്ടികൾ തമ്മിലുള്ള അകലത്തിൻ്റെ വിത്ത് വിതയ്ക്കാതിരിക്കാൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. റൈറ്റ്? നീ അവളെ നോക്ക്, നീ ഇവളെ നോക്ക്, നീ അവനെ നോക്ക്, ഇവനെ നോക്ക് എന്ന് പറയരുത്. രണ്ടും രണ്ട് വിഭാഗമാണ്, രണ്ട് വ്യക്തികളാണ്. നോക്കൂ, ആദ്യത്തേത് എന്താണ് പറഞ്ഞത്? നിങ്ങളോട് ഒബ്സർവ്. കുട്ടികൾ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്, അവർ നിങ്ങളെ എന്ത് ചെയ്യാണ്? അനുകരിക്കുകയാണ്. അവസാനം എന്താ പറഞ്ഞേ? നിങ്ങളുടെ കുട്ടികൾ തമ്മിലുള്ള അകലത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വലിയൊരു കാര്യമുണ്ട്, വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഈ വിത്ത് വിതയ്ക്കൽ അടുത്ത തലമുറയിലേക്ക് പകർന്നു വരും. 1. 2,
എൻ്റെ അച്ഛനും അമ്മയും തന്നെ പകുത്തു വെച്ചവരായിരുന്നു, അവരുടെ സംസ്കാരം ഇത്രയായിരുന്നു എന്ന് അവർ പറയും. അവരുടെ ഹൃദയത്തിൽ, മക്കളുടെ ഹൃദയത്തിൽ ഈ പകുത്തു വെച്ചവരെ കുറിച്ച് ഒരു അച്ഛനോടോ ഒരു അമ്മയോടോ ഉണ്ടാവേണ്ട ബഹുമാനവും ആദരവും സ്നേഹവും ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ പറയാണ്, നിൻ്റെ മൂത്ത കുട്ടി നോക്ക്, നിൻ്റെ ഏട്ടനെ നോക്ക്, നീ അവൻ പഠിക്കുന്നത് നോക്ക്, നീ അവന് ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കും, നിനക്ക് വാങ്ങിത്തരില്ല, ക്രിക്കറ്റ് ബാറ്റ് അവന് വാങ്ങിച്ചു കൊടുക്കും. ഇത് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കാത്ത നമ്മൾ ആരുടെയാ കുറ്റം? രണ്ട് വ്യക്തികളും ഒരുപോലെ ആകണമെന്ന് ശഠിക്കുന്ന നിങ്ങളാണ് തെറ്റ്. നിങ്ങൾക്കാണ് തെറ്റുള്ളത്. എന്താണ് ആ തെറ്റ്? നിങ്ങൾ ശഠിക്കുകയാണ് എയും ബിയും ഒരുപോലെ ആവണമെന്ന്. സാധിക്കുമോ? ഇല്ല. എയും ബിയും ഒരിക്കലും ഒരുപോലെ ആവില്ല. എയും ബിയും ആണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ വേർതിരിച്ചു പറയുകയാണ്. അപ്പം ആരെക്കുറിച്ചാണോ തന്നേക്കാൾ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ അവനുമായി മത്സരിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ആ മത്സരബുദ്ധി എൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുന്ന ആ നിമിഷം എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചുമുള്ള വിഗ്രഹമാണ്. എൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള ധാർമ്മികമായ ബോധമാണ്. ആ ജാജ്വല്യമാനമായ പ്രകാശത്തിൻ്റെ മുകളിൽ ഇടിവ് പറ്റുകയാണ്. അത് കെട്ടുപോവുകയാണ്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പറയുന്ന മഹനീയമായ ചിന്തയുടെ അടിവേരറുക്കുന്നതാണിത്. അതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ. അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു, ജീവിതത്തിൽ പകർത്തുന്നു. ഇവിടെ നിങ്ങളെ അവർ നിരീക്ഷിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ സംസ്കാരം, അവരുടെ ചിന്ത മാറിത്തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് ഭാവിയിൽ പലയിടത്തും വലിയ തോതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എൻ്റെ അച്ഛൻ എന്നെ വേണ്ട, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏട്ടനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയുന്നവരാണ് പിന്നീട് ഒരു സംഘടനയ്ക്കകത്തെത്തുമ്പം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും, ഒരു ക്യാമ്പസിൽ എത്തുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും, മറ്റൊരു വീട്ടിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും ഒക്കെ. അതായത് ആ ഗ്രൂപ്പിസം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ആരാണ് കാരണക്കാർ? നമ്മളാണ്. നമ്മൾ അച്ഛനമ്മമാരാണ്. ഈ അച്ഛനമ്മമാരുടെ ഭാവത്തെക്കുറിച്ച് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.